വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവങ്ങൾ. ഗിറ്റാറുകാരൻ ചോക്ലേറ്റ് ഓർമ്മകളായി വിറക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ ഓർമ്മകൾ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ടു മച്ച്. അല്ല പോകാമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഗേറ്റിൻ്റെ അങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യും. ഗേറ്റ് ഇങ്ങോട്ടല്ലേ? വഴി ഇല്ലില്ല, കറക്റ്റ് സ്ഥലത്താ. ആണ്. അല്ല ഇതെന്താ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നു? ബഹളം വെക്കണ്ട, കൊണ്ടാക്കാം. അല്ല എനിക്കങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്നേ. ഇവിടെ വരുന്നവർക്ക് തന്നെ പറയുന്നു. പിന്നെ എന്താ നിന്റെ ഈ മുഖം? ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അതൊക്കെ. പിന്നെ ഈ ഇടയ്ക്ക് ഗോഷ്ടി കാണിക്കുന്നത് അത് ശ്രദ്ധിക്കണ്ട. ഷോക്ക് അടിപ്പിച്ചതാ. 2 ദിവസം കൊണ്ട് മാറിക്കോളും. നീ അന്വേഷിക്കുന്ന കാര്യം എന്തായി? ഞാൻ പറയാം. എന്റെ അന്വേഷണം ഒട്ടുമിക്ക ഏരിയകളും കവർ ചെയ്തു. ഒരു ഭ്രാന്തനെ പോലെ പല വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. അത് നിന്നെ കണ്ടപ്പോ മനസ്സിലായി. നീ ഒന്ന് കാര്യം പറയൂ. പറയട്ടെ. എന്റെ ഒരു നിഗമനം, അല്ല വിശ്വാസം എന്ന് തന്നെ പറയാം. ഒരുത്തൻ ഷാജഹാൻ ആണെങ്കിൽ മറ്റവൻ പരീക്കുട്ടിയാണ്. മാത്യൂസേ, അവർ രണ്ടുപേരും അവരുടേതായ ശൈലിയിൽ ആത്മാർത്ഥമായി ജിയെ പ്രണയിച്ചിരുന്നു. ഇല്ല. ഒരുത്തൻ കോടീശ്വരൻ. എല്ലാ ബിസിനസ്സും കളഞ്ഞ് ഉള്ള സമ്പത്ത് മുഴുവൻ വേണ്ടാന്നും വെച്ച് ജിയയുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുവാനുള്ള വഴികൾ അന്വേഷിച്ച് വേദനിക്കുന്നു. മറ്റവൻ അവന്റെ ഓർമ്മകളെ തേച്ചുമാച്ച് കളഞ്ഞ് ജിയെ പോലെ ആകാൻ ശ്രമിക്കുന്നു. രണ്ടുപേർക്കും ജിയെ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവർ ശ്വസിക്കുന്ന ശ്വാസമാണ്, ഹൃദയത്തിന്റെ മിടിപ്പാണ്. തേങ്ങ കൊലയാണ്. കറക്റ്റ്. അവൾ തെങ്ങാണെങ്കിൽ ഇവർ അതിലെ കുലകളാണ്. ജി എങ്ങനൊന്നല്ല അങ്കിൾ, ഇത് കണ്ടോ? നീ പറഞ്ഞതൊക്കെ വല്ല ഭ്രാന്തിന്റെ കഞ്ചാവിന്റെ പുറത്താണോ? ഒരിക്കലുമല്ല. പല പീഡനങ്ങളും സഹിച്ച് കണ്ടെത്തിയതാണ്. 100% സത്യം. അവർ രണ്ടുപേരും പെർഫെക്റ്റ് ആണ്. തെറ്റേ നിങ്ങളുടെ മകളുടേതാണ്. പെർഫെക്റ്റ് ജെന്റിൽമാൻമാരായ 2 പാവങ്ങളെ ഒരേ സമയം ഒരുപോലെ പ്രണയിച്ച്, അല്ലെങ്കിൽ പ്രണയം അഭിനയിച്ച് വെറും ടൈം പാസിനായി അവരെ പറ്റിച്ചുകൊണ്ട് അവരുടെ പുറകെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഭൂലോക പിഴയെ അങ്ങനെ ഒരുവളെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാടാ. ഞാൻ എന്തിനു തോക്കണം? നീ അല്ലേടാ തോറ്റത്. നിന്റെ പിന്നെ തോക്ക് നോക്ക്. എന്റെ ഒരേ ഒരു മകളെ കുറിച്ച് എന്ത് തോന്നിയാസം പറയാ അല്ലടാ? അതും എന്റെ ഒരു ബന്ധുവായ നീയോ? ബന്ധുവായോണ്ട് തന്നെ പറയുന്നേ. ഇത് ചൂണ്ടേണ്ടതേ നിങ്ങളുടെ മോളുടെ നേർക്ക.